നമുക്കിന്ന് നമ്മുടെ വീഡിയോസിൽ എങ്ങനെയാണ് ഇതേപോലെ കമൻറ്റൊക്കെ ആഡ് ചെയ്യാൻ നോക്കിയാലോ. വളരെ സിമ്പിൾ പരിപാടിയാണ്. എഡിറ്റ്സാപ്പ് വഴി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ വേഗം പറയാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട കമൻറ്റ് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്ത് കണ്ട് നമുക്ക് വേണ്ട ഭാഗമാക്കി വെക്കുക. അതിനുശേഷം എഡിറ്റ്സാപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെ ഓപ്ഷനിൽ പോയാലുണ്ടാവും ഓവർലേ എന്ന്. അപ്പോൾ ഓവർലേ സെലക്ട് ചെയ്തിട്ട് ഗാലറി പോവുക. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് അത് വരും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൊണ്ടുവെക്കാൻ, ഇഷ്ടത്തിന് വലിപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റും. അതിൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് എവിടെയാ വെച്ചാൽ അത് കൊണ്ടുവെക്കുക. ചെറുതാക്കണേ ചെറുതാക്കുക, വലുതാക്കണേ വലുതാക്കുക, എത്ര ദൂരം വേണം വെച്ചാൽ അതേപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ മ്യൂസിക് വേണം നമുക്ക്. അപ്പോൾ സൗണ്ട് എഫക്ട്സ് പോവുക. സൗണ്ട് എഫക്ട്സ് പോയാൽ പോപ്പ് എന്നുള്ള ശബ്ദം ഉണ്ടാവും, അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ പോപ്പ് എന്നുള്ള ശബ്ദം അടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ആ ടിക്ക് കൊടുത്താൽ അത് നമ്മുടെ സ്ക്രീനിലേക്ക് ആഡ് ആവും. അപ്പോൾ നമുക്ക് ഈ സ്ക്രീൻഷോട്ട് വരുന്ന അതേപോലെ തന്നെ ഇതും കൊണ്ടുവെക്കുക. അങ്ങനെ വെച്ചാൽ ഈ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ശബ്ദം പാടി ഉണ്ടാവും. അപ്പോൾ നല്ല രസം ഉണ്ടാവും. കണ്ടല്ലോ, ഇത്രയുള്ള പരിപാടി. നിങ്ങൾക്ക് വരുന്ന കമൻറ്റൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ ബൈ.